ഞമ്മളൊരിക്കലും തളരൂല, ഞമ്മക്ക് തളരേണ്ട ആവശ്യമില്ല. ഞാൻ വ്യക്തിയെ തമാശയാക്കുന്നില്ല കേട്ടോ, ഞാൻ ആശയപരമായിട്ടേ ഉള്ളൂ. ഇപ്പം കുറേ ആൾ ഡ്രഗ് എടുക്കുന്നു. എൻ്റെ മക്കളുണ്ട്, അതിനെക്കൊണ്ടാണ് ഞാൻ ഒന്ന് പറയാത്തത്. എന്താവുന്നൊന്നും ആർക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എങ്ങനെ കൺവേർട്ട് ആക്കാം, കുറേ ആൾ കുറേ സൊല്യൂഷൻ പറയുന്നുണ്ട് അല്ലേ. ഒരു മതവിശ്വാസി മതത്തിനെ കുറിച്ച് പറയുന്നു, ദൈവവിശ്വാസി ദൈവത്തിനെ കുറിച്ച് പറയുന്നു. കുറേ അങ്ങനെ വിശ്വാസം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറും എന്നല്ല പറയുന്നത്. അപ്പം എൻ്റെ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഞമ്മ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുഞ്ഞോള് ചെയ്യുന്നതിന് പകരം ഞമ്മളങ്ങനെ കളവ് മാറില്ലേ. അപ്പം ഞമ്മ ഇങ്ങനത്തെ നല്ല കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുക, ഞമ്മ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുക. അപ്പം അവരും അതിലേക്ക് കൺവേർട്ടാവും. അത് പയ്യെ അവർക്കൊരു നശയായി മാറും. എന്താണ് ഞമ്മ ചെയ്തത്? നമ്മളെ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കേണ്ട കുഞ്ഞുകൾ, ചിന്തിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഇന്ന് എന്താക്കുന്നുള്ള ഇങ്ങനത്തെ ഡ്രഗിൻ്റെയും അതിൻ്റെയും ബാക്കിൽ പോകുന്നത്. ബാണോ എല്ലാ സാധനങ്ങളും ഇട്ടാലേ ബിരിയാണിയാവും. വെറും ഉള്ളി ഇട്ടാൽ ബിരിയാണി ആവില്ല, വെറും ഇറച്ചി ഇട്ടാൽ വരും. എല്ലാ സാധനങ്ങളും കുറച്ചിച്ച ബാണോ ഇല്ലേ. ഇതെന്തായെന്ന് പറഞ്ഞെങ്കിൽ 24 മണിക്കൂറും ഈ അന്ധവിശ്വാസത്തിൻ്റെ ബാക്കിൽ പോവുക. ഇപ്പം നമുക്ക് ഒരു മക്കളാണെന്നില്ലെങ്കിൽ തേൻ കുടിച്ചാൽ മക്കളാ തേൻ്റെ ബാക്കിൽ തന്നെ പോവുക. പക്ഷെ അതിനെ നമ്മളെ മക്കളെ വേറെ കൺവേർട്ട് ആക്കുക. എങ്ങനെ തേൻ ഉണ്ടാക്കുക, നിങ്ങളെ വീട്ടിലെങ്ങനെ തേൻ ഉണ്ടാക്കുക, ആ തേനിന് എങ്ങനെ ഡബ്ബി ഉണ്ടാക്കുക, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ആക്കുക, എന്നിട്ട് ആ തേനിൽ പുതിയ എന്ത് കണ്ടുപിടിക്കുക. ആ കുടുംബവും ആ നാടും എല്ലാവരും രക്ഷപ്പെടും. അപ്പം ഞാൻ ഇതെന്തിന് പറയുന്നതെന്ന്, ഇപ്പം ഒരു ഈലിയം ലീക്കായത് കാരണം അവിടുന്ന് വരാൻ പറ്റുന്നില്ല ഇല്ലേ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും മാസം അവർ പ്രാർത്ഥിച്ചതല്ല, പ്രവർത്തിച്ചതാണ്. അത് പുതിയതൊന്നും ഉണ്ടാക്കിയിട്ട് ഇന്ന് വിട്ട് സക്സസ് ആട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. സക്സസ് ആയില്ലെങ്കിൽ എന്താക്കുന്നത് വേറെ കണ്ടുപിടിക്കൽ, അല്ലാതെ അതിന് കരിയാനോ ചിരിക്കാനോ അതിന് പ്രാർത്ഥിച്ചൊന്നും കാര്യമില്ല. അതിന് പ്രവർത്തിക്കാൻ വേണ്ടത്. അപ്പോൾ ഈലിയം ലീക്കായതുകൊണ്ട് ബോയിങ് ഉണ്ടാക്കി ഇപ്പോൾ ഈ സ്പേസ് എക്സ് ഇവർ രണ്ടാളെ ടെൻഡർ പാസ്സാക്കിയിട്ടാണ് നാസ ആദ്യം അയച്ചത്. അപ്പം തന്നെ വിടുന്ന സമയത്ത് തന്നെ 2 ലീക്ക് ഉണ്ടായിനി. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ട് ഞാൻ ഇപ്പം എന്താ പറയാത്തതെന്ന് പറഞ്ഞെങ്കിൽ അതിൽ പറയുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞെങ്കിൽ പ്രശ്നം നീ ആര് പറയും. അപ്പം നിങ്ങൾ എന്താക്കുക പറഞ്ഞാൽ എന്നെ തീർത്താൻ വരാം. എടാ ബോള ആർബിച്ച ഇങ്ങനെയല്ല, ഈ ഈലിയം ലീക്ക് ഇങ്ങനെയല്ല. അപ്പോൾ വേറൊരാൾ ചർച്ച ഇടും, അത് അങ്ങനെയാണ്, ഈ സ്പേസസ് ഇപ്പോൾ വിട്ടതിൽ ഇങ്ങനെയാണ് സിസ്റ്റം. എന്താ പറഞ്ഞെങ്കിൽ എന്ത് സാധനവും ത്രസ്റ്റ് ഇങ്ങനെ എന്ത് തള്ളലുണ്ടെങ്കിലേ ദുനിയാവ് പോവും. ഇപ്പോൾ ഞാൻ തള്ളുന്നെങ്കിൽ ഞാൻ പോവും, വേറൊരാൾ തേനിനെ തള്ളിയാൽ തേൻ പോവും. അങ്ങനെ റോക്കറ്റിനെ തള്ളണ്ടിക്ക് അതിനുള്ള ത്രസ്റ്റ് വേണം. ത്രസ്റ്റിന് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഈ തള്ളുന്ന കുറേ അതിൻ്റെ കെമിക്കൽസ് എന്താകുന്നില്ല, കുറച്ച് ലീക്ക് ഉണ്ട്, പ്രശ്നങ്ങളാണ്. തിരിച്ചു വരുമ്പോൾ ആ ലീക്കിലെ കൂടിയിട്ട് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്താവും, കത്തിപ്പോയെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വേറെ ഒന്ന് അയച്ചത്. അപ്പോൾ അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലോകത്തേക്ക് തന്നെ വലിയൊരു പഠന സാധ്യതയാണ്. അത് മാത്രമല്ല നമ്മൾ ഇന്ത്യ തന്നെ ഇപ്പം സ്പേസ് സ്റ്റേഷൻ തുടങ്ങാനുള്ള തീരുമാനത്തിലുള്ള. അപ്പോൾ ആടത്തേക്ക് അയക്കുമ്പോൾ എന്തെല്ലാം അതിനെ പറ്റിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ ഒരു ഡമ്മിനെ അയക്കുന്നു. അപ്പോൾ എനിക്ക് എന്താ വേറെ പണിയില്ലേ ഇന്ത്യയിൽ ഇത് പോയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ പാസ്പോർട്ടിന് വാല്യൂ ഉണ്ടാവും. കാരണം സ്പേസ് സ്റ്റേഷനുള്ള ആകെ ലോകത്ത് എത്ര രാജ്യങ്ങളുള്ള, ചൈനക്ക് ഒന്നുണ്ട്, പിന്നെ ബാക്കി ലോകമെല്ലാം മൊത്തം കൂടിയിട്ട് ഒന്നുള്ള. ഇന്ത്യ സ്വന്തം ആക്കി കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടിൻ്റെ വാല്യൂ എത്രയാവും? നമ്മൾ ഇന്ത്യക്കാരങ്ങൾക്ക് ഒരു അഭിമാനമാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഒരു ഉറുപ്പക്ക് ഞാൻ കത്തോനെല്ലാം വിൽക്കുന്ന 500 രൂപക്ക് വിൽക്കുന്ന ലാപ്ടോപ്പാണ്, ആകെ 20 രൂപ കിട്ടും. അതേ ലാപ്ടോപ്പ് വലിയ ഹൈ പിന്നെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് വിറ്റാൽ 1500 വിൽക്കാം. ഒരു ബോട്ടിൽ 1 രൂപക്ക് നമ്മൾ വിൽക്കുന്ന വെള്ളം ഒരാൾ ഇതിൻ്റെ അടുക്ക് പറയുന്നത് കേട്ട്, അത് ശരിയാണോ തെറ്റോ അതിലേക്ക് ഞാൻ ഇതാ വരുന്നതല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ അതിന് 100 കണക്കിന് വിലയാണ്. ഇതിൻ്റെ അടുക്ക് ഏതോ ഒരു താജ്മഹൽ ഏതോ ഹോട്ടലിൽ നിന്ന് ഓംപ്ലേറ്റ് തിന്നിട്ട് 8500 രൂപ കൊടുത്ത്. അതിൻ്റെ വാല്യൂ ആണ്. അതുപോലെ നമ്മളെ നാട്ടിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. നമ്മളെ നാട്ടിന് വാല്യൂ ഉണ്ടാണ്ടെങ്കിൽ നമ്മളെ മക്കൾ എന്താക്കണോ, പുതിയ ഒരു തലയിലേക്ക് തിരിക്കണം. പഞ്ചറാക്കുന്നവന് വില കുറവ് പറയുന്നില്ല, പഞ്ചറാക്കുക. അപ്പോൾ പുതിയ എന്തെല്ലാം ടെറൻ ട്യൂബ് കണ്ടുപിടിക്കുക, പഞ്ചറാകാത്ത ട്യൂബ് കണ്ടുപിടിക്കുക, അത് ആക്കുക ഇതാക്കുക. അതിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ടേ. വെറും കച്ചവടത്തിന് മാത്രം ചിന്തിച്ചാൽ പോരും. ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്തിട്ട് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കുന്നിടത്താണ് കാര്യം. അപ്പം നമ്മളെ മക്കളെ ഏറ്റവും കൂടുതൽ IQ ഇന്ത്യയിലുള്ളത് ഞാൻ പറയുന്നത് കേട്ടെ, എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല. കേരളത്തിലും ഏറ്റവും കൂടുതൽ മലബാർ ഭാഗത്തെല്ലാം ഭയങ്കര IQ എന്നാണ് പറയുന്നത്. പക്ഷെ അവരെ എല്ലാത്തിനും എടുക്കാൻ പറ്റില്ല. കാരണം ഈ രാവിലെ നിന്ന് വൈകുന്നേരം വരെ ത്രസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ റോക്കറ്റ് ക്യാപ്സുലിലുള്ള അതിൻ്റെ മുകളിൽ പോകുന്ന സാധനമില്ല, ആളിരുന്നിട്ട് പോകുന്ന ക്യാപ്സുലിലുള്ള ത്രസ്റ്റ് പോലെയാണ് ഇവിടെ കൊടിമരം ത്രസ്റ്റ്, കൊടിമരത്തിൽ പൈസ ഇടാൻ ത്രസ്റ്റ്, അതിനെ തടുക്കാൻ കുറേ ത്രസ്റ്റ്, തടുത്തതിന് പിന്നെ തിരിച്ചു ചോദിക്കാൻ കുറേ ത്രസ്റ്റ്. ഞമ്മ ഈലിന്യായി മതവും വേണോ, മതവിശ്വാസവും വേണോ, ദൈവവിശ്വാസവും വേണോ, എല്ലാം വേണം. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്തായിരിക്കണം? ഞമ്മക്ക് സമാധാനം. മനസ്സിന് ഏതാണ് സമാധാനം? അതാണ്. ഇത് ഒന്നിൻ്റെ അപ്പുറം ഒന്ന് ടെൻഷൻ ഇങ്ങനെ എടുത്തിട്ട് തലച്ചോറ് കാലി വെക്കുക, മനസ്സിന് ഇങ്ങനെ എല്ലാം വെക്കുക. ഇത് തലച്ചോറ്
മൊത്തം രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഇതായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്ക് ദേഷ്യം വരണോ, എന്നിട്ട് എന്നെ ചീത്ത പറയണോ, എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ചേഞ്ചാണോ, ഞമ്മ ഈ ഡ്രഗിനും അതിനും ഇടപെടുന്ന ഞമ്മക്ക് ആ സ്കൂളിൽ പോകുന്ന ആടുന്ന A² B² പഠിപ്പിക്കുന്ന ദുബൈയിൽ പോയാലോ അമേരിക്കയിൽ പോയാൽ ആടെ ഇവിടെ പോയെങ്കിൽ പണി കിട്ടും. ആ ചിന്ത മാത്രമാണ്. സ്വന്തം നമ്മളെ ബ്രെയിൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സ്ഥലത്തും ആര് പറയുന്നോ ചർച്ച ചെയ്യുന്നോ ഒന്നുമില്ല. നമ്മളെ ബ്രെയിനിന് എപ്പായിരിക്കും നേരം വെളുക്കുക, ആരായിരിക്കും നേരം വെളുത്തുക, ആരായിരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഞമ്മ എന്നും സംസാരിക്കുന്നത് നാടോടുമ്പോൾ നടുവേ ഓടുന്നു പറയുമ്പോൾ ഞാനും ആ ഒരു വിഷയത്തിലേക്ക് തന്നെ കുറച്ച് എടുത്തിരുന്നത്. കാരണം എൻ്റെ വയസ്സും എൻ്റെ പ്രായവും എൻ്റെ സംസാരിക്കേണ്ട ആ ശൈലി കൊണ്ടാണ് ഞാൻ എടുത്തിരുന്നത്. കുറച്ച് കോമാളി കളിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒന്നും കളിക്കാതെ ഇങ്ങനത്തെ വിഷയം എടുക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പലയിടത്തും പല പിന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ സ്ഥാപനങ്ങളിൽ ഒരു സെക്ഷന് സയൻസിനായിട്ട് വെക്കുക, പിന്നെ ഒരു സെക്ഷന് വെറും ചിന്തിക്കാനായിട്ട് വെക്കുക. ചിന്ത എപ്പോൾ ഇൻഫിനിറ്റിയാണ്, ഒരിക്കലും തീറൂല. ഞാൻ ബടിയായി പോയാൽ എൻ്റെ അപ്പുറത്തോളം ചിന്തിക്കും, ഓൻ ചിന്തിച്ചെൻ്റെ അപ്പുറം. ഇതിപ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് എടുക്കാം, ഒന്നൊക്കെയോ ഫിലോസഫി വേണം ഇല്ലേ. ഫിലോസഫിക്കലായിട്ടുള്ള ഒന്നുമില്ല, അപ്പുറം ഇപ്പുറം തെറി പറയലെ മാത്രം. അല്ല ചരിത്രപരമായിട്ട് എടുക്കണോ, അല്ല വിജ്ഞാനപരമായിട്ട് എടുക്കാൻ പറ്റുന്ന വേണോ, അല്ല വേറെ എന്താണ് ഉള്ളത്. നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ ചർച്ച ചെയ്യും. ഒരാൾ വന്നിട്ട് പറയുന്നു സ്വർഗത്ത് കക്കൂസില്ല, പിന്നെ ഒരാൾ പറയുന്നത് ചൊവ്വാഴ്ച മാത്രമേ സ്വർഗത്ത് കള്ള് കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നം വരില്ലേ. ചൊവ്വാഴ്ച മാത്രം കള്ള് കിട്ടും എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നവന് ചിന്തിക്കുമോ, അപ്പോൾ ബാക്കിയുള്ള ദിവസമെല്ലാം പറ്റിയിട്ടുണ്ടാവും, കള്ളിൻ്റെ പറ്റിയിട്ടുണ്ടാവും, ചൊവ്വാഴ്ച മാത്രം പോയാൽ കള്ളൊലിച്ച് വരുന്നത്. അപ്പം ഇങ്ങനത്തെ എല്ലാം കുറേ ചിന്ത. അപ്പോൾ സ്വർഗത്തെല്ലാം ഉണ്ട് പറഞ്ഞു, കക്കൂസില്ല പറയുന്നത്. ഒരാൾക്ക് ഇപ്പോൾ കക്കൂസ് വേണോ പറഞ്ഞു, കക്കൂസുണ്ട്. ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾക്ക് പകരം നല്ല ചിന്തകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനും അപ്പുറം ഇപ്പുറം എന്നെ തെറി പറഞ്ഞോളേ. ഇനി നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ റോക്കറ്റ് പോയിട്ടുണ്ട്, അവർ വരൂ എന്ന് പ്രതീക്ഷിക്കുക. ഹീലിയം ലീക്കുള്ള ആ ക്യാപ്സൂലിനെ ആടെ വിട്ടിട്ട് ഇപ്പോൾ പുതിയ വിട്ട സ്പേസ് ക്യാപ്സൂലിൽ 4 ആൾ പോകുന്നതിന് പകരം 2 ആളാണ് പോകുന്നത്. 2 സീറ്റ് കാലിയുണ്ട്. അതിൽ അവർ തിരിച്ച് വരൂ എന്ന് പ്രതീക്ഷിക്കുക. വന്നു കഴിഞ്ഞാൽ ഒരു സയൻസിന് വലിയ മുതൽക്കൂട്ടാണ്, വന്നില്ലെങ്കിൽ മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ട് വന്നില്ല, എന്തായി, അത് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിക്കുക. അപ്പം ഞമ്മ ഒരു പുതിയ ലഹരി കുഞ്ഞൊക്കെ കൊടുക്കണോ, ചിന്തനെ കുറിച്ചിട്ടുള്ളത്, എന്തിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, ചിന്ത വേണം. അല്ലാതെ ഒരു ലോകത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം എന്താ അറിയോ, ചോദ്യം. നല്ലതോ മോശം എന്തോ ചോദ്യം. ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഒരാൾ കണ്ടെത്താൻ പോകുന്നത്. ചോദിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ചിന്ത ആടെന്നെ മരവിച്ചു പോകും. എങ്ങനത്തെ ബോളനായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിന്ത ഉണരും. അപ്പം എല്ലാവരും അപ്പുറം ഇപ്പുറം ചോദിക്കുക, എന്നിട്ട് ചിന്തിക്കുക എല്ലാ കാര്യത്തിലും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ചിന്തയിൽ വരുന്നത് പുതിയ തലമുറക്ക് ഇങ്ങനത്തെ ഇടുക. എന്തുകൊണ്ട് ഇപ്പോൾ ചൈനക്കാരും മറ്റോറും എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ അന്ധവിശ്വാസം അമേരിക്കയില്ലേ, എല്ലാം പോയി കൂടിയ ആളല്ലേ. എല്ലാ നാട്ടിലും അന്ധവിശ്വാസം ഇല്ലേ. ഒരു വിശ്വാസത്തിനെ കണ്ണടച്ചിട്ട് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം. കണ്ണ് തുറന്നിട്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റൂല, അതിന് തെളിവ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ കണ്ണടച്ചിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വിശ്വാസം വേണോ, അത് വെക്കട്ടെ. ബിരിയാണിയിൽ ഒരു മസാല ഉപ്പിടുന്ന പോലെ ബാക്കി കാര്യങ്ങളും വേണ്ടേ. 24 മണിക്കൂർ ഇതിന്നെ മതിയാ. കുറേ ആൾ നോമ്പ് നോക്കിയുള്ള ദോഷങ്ങളെ കുറിച്ചിട്ട് കുറേ ആൾ പറയാം, എന്നിട്ട് കൊക്കയിടാൻ വേണ്ടിയിട്ട്. കുറേ ആൾ അതിൻ്റെ ഗുണങ്ങളെ പറയാം. അപ്പോൾ കുറേ ആൾ അതിൻ്റെ ഗുണങ്ങൾ ഇനിയും വെച്ചിട്ടായിട്ട് ഇങ്ങനെ ഇതിന്നെ ആയാൽ മതിയാ. അതും വേണോ, എല്ലാം വേണോ. ഞാൻ പറഞ്ഞ ഒരു സെക്യുലർ ചിന്തകനായിട്ട്, സെക്യുലർ വിശ്വാസിയായിട്ട് എല്ലാം ഒരു അങ്ങനെ സിമ്പിളായിട്ട് വേണമെന്ന് പറയുന്നത്. അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ കൾച്ചറലായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇല്ലാതെ അതിനെ തർക്കിക്കാൻ പോണ്ട. ആവശ്യമുള്ള കാര്യത്തിന് തർക്കിക്കുക. അപ്പോൾ അവർ നശയാവും. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പുതിയ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ട് ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച് റഷ്യ. നമ്മളെ മക്കൾ ചെറുപ്പത്തിൽ നിന്ന് 10-100 കൊല്ലം മുന്നേ ഇങ്ങനത്തെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വന്നിരുന്നു. നമ്മളെ മക്കൾ ഇന്ന് വലിയ സയൻറ്റിസ്റ്റ് ആയിരിക്കും. അവർ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചോളായിരിക്കും, അല്ലെങ്കിൽ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചോളായിരിക്കും, പലതിനും മരുന്ന് കണ്ടുപിടിച്ചോളാവും. എന്തുകൊണ്ട് നമുക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് രാവിലെ നിന്ന് വൈകുന്നേരം വരെ പണിയെടുക്കാൻ കിട്ടുന്ന പൈസ വലിയ ഒരാൾ വലിയ മംഗലം കഴിക്കാം. ആ മംഗലത്തിനെ കുറിച്ചിട്ട് വേറെ കുറേ ആൾ അതിൻ്റെ കുറവ് പറയാം. അപ്പോൾ ആ കുറവ്